ഹായ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ സൈൻ എക്സ് ബൈ എക്സ് ഡി എ വേർ ആർ ഈസ് ദ ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ബൈ ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ഈക്വൽ ടു 1. ഇവിടെ എന്താണ് പ്രശ്നം? നമുക്ക് ലിമിറ്റ് തന്നിട്ടില്ല. അപ്പൊ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തറിയാം? ട്രയാങ്കുലർ റീജിയൻ ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ട്രയാങ്കുലർ റീജിയൻ വരച്ച് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണം. എന്തൊക്കെ പറയുന്നുണ്ട്? ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ്. അതായത് ഒരു ഫിഗർ വരയ്ക്കാം. എക്സ് ആക്സിസ് എന്താണ്? എക്സ് ആക്സിസും പിന്നെ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു എക്സ് വരുമ്പോൾ അതിന്റെ പോയിന്റ്സ് എന്താണ്? 0 ആണെങ്കിൽ 0 0 0 1 1 2 2 3 3 ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് y ഈക്വൽ ടു എക്സ്. നമുക്ക് y ഈക്വൽ ടു എക്സ് വരയ്ക്കാം. y ഈക്വൽ ടു എക്സ്. ഇനി എന്ത് പറയുന്നുണ്ട്? എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലെ 1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1. അപ്പൊ എന്തൊക്കെ പറയുന്നുണ്ട്? എക്സ് ഈക്വൽ ടു 1 പറയുന്നുണ്ട്, y ഈക്വൽ ടു എക്സ് പറയുന്നുണ്ട്, എക്സ് ആക്സിസും പറയുന്നുണ്ട്. ഇത് ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ ഏതാണ്? ഇതാ ഈ കാണുന്ന ട്രയാങ്കുലർ റീജിയൻ ആണ്. ഈ കാണുന്ന ട്രയാങ്കുലർ റീജിയൻ ആണ്. ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇത് റെക്ടാങ്കുലർ റീജിയൻ ആണെങ്കിലാണ് നമുക്ക് ഫുൾ ആയിട്ട് 0 to a 0 to b ഈ രീതിയിൽ വരുന്നത്. ഇവിടെ എന്താണ്? നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണ് അല്ലെ? ട്രയാങ്കുലർ റീജിയൻ അല്ലേ? അപ്പൊ റെക്ടാങ്കുലർ അല്ലല്ലോ, നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കും? ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കാം. അപ്പൊ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു നോക്കാം. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു സ്ട്രിപ്പ്, വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് നമ്മൾ വരച്ചു. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സ്ട്രിപ്പാണ് വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് എങ്ങനെയാണ്? ഈ പോയിന്റ് ഒറിജിൻ അല്ലേ? 0 0. ഈ പോയിന്റ് ഒറിജിൻ ആണ് 0 0. അപ്പൊ ഈ ട്രയാങ്കുലർ റീജിയനകത്ത് ഇപ്പൊ നോക്കി നോക്ക്. ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന ട്രയാങ്കുലർ റീജിയൻ ആണ്. അവിടെ നിന്നാണ് ഒരു സ്ട്രിപ്പ് എടുത്തത്. ഇതെങ്ങനെയാണ്? ഇത് ഇവിടെ തൊട്ട് ഇവിടെ അറ്റം വരെ ഇങ്ങനെ മൂവ് ചെയ്യല്ലോ. അതായത് ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വരയ്ക്കാം. സ്ട്രിപ്പ് ഇങ്ങനെ പല സ്ട്രിപ്പുകളായിട്ട് വന്ന് എല്ലാം കൂടെ ചേർന്നാണ് ഇങ്ങനെ എത്തുന്നത്. കണ്ടോ? പല സ്ട്രിപ്പായിട്ട് ചേർന്ന് വന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താണ്? എക്സ് വേരീസ് ഫ്രം. ഇവിടുന്ന് എക്സ് യാതൊട്ട് ഏതുവരെ വേരി ചെയ്യും? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഇല്ലേ? എക്സ് വേരീസ് ഫ്രം. എക്സ് വേരീസ് ഫ്രം ഇവിടെ എന്താണ്? 0, ഇവിടെ 1. എക്സ് വേരീസ് ഫ്രം 0 to 1. നമുക്ക് നോൺ റെക്ടാങ്കുലർ റീജിയൻ വരുമ്പോഴത്തേക്ക് ലിമിറ്റ് എങ്ങനെയാണ്? ഒരെണ്ണം കോൺസ്റ്റന്റും മറ്റേത് വേരിയബിളും ആയിരിക്കും. അപ്പൊ എക്സ് വേരീസ് ഫ്രം 0 to 1 എന്ന് കിട്ടി. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇങ്ങനെ എക്സ് മൂവ് ചെയ്യും. കണ്ടോ? എക്സ് വേരീസ് ഫ്രം 0 to 1. y ആണെങ്കിലോ y വേരീസ് ഫ്രം, നോക്ക്, ഈ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും അല്ലേ? ഈ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും അല്ലേ? അതായത് ഇവിടെ വരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് ചെറിയ സ്ട്രിപ്പ്, ഇവിടെ വരുമ്പോൾ വലിയ സ്ട്രിപ്പ് അല്ലേ? അപ്പൊ സ്ട്രിപ്പിന്റെ രണ്ടറ്റവുമാണ്. ഇവിടെ എന്താണ്? എക്സ് ആക്സിസ് ഇവിടെ y ഈക്വൽ ടു 0 അല്ലേ? എക്സ് ആക്സിസ് ആണ് y ഈക്വൽ ടു 0 2. ഇവിടത്തെ y എന്താണ്? എക്സ് അല്ലേ? ഇവിടത്തെ y ഈക്വൽ ടു എക്സ്, y എക്സ് അല്ലേ? ഇവിടെ എക്സ് ആണ്, y ഈക്വൽ ടു എക്സ്. ഇവിടെ y ഈക്വൽ ടു 0. അപ്പം y വേരീസ് ഫ്രം 0 to x. എന്ത് കിട്ടി? ഒരു ലിമിറ്റ് ഫിക്സഡ് കിട്ടി, മറ്റു ലിമിറ്റ് വേരിയബിളും കിട്ടി. അപ്പൊ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ എക്സ് ഡി എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡബിൾ ഇന്റഗ്രൽ. ഇവിടെ ഔട്ടർ ലിമിറ്റ് ഏതായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം ഔട്ടർ ലിമിറ്റ്. 0 to 1 അത് എക്സിന്റെതാണ്. എക്സിന്റെതാണ്. 0 to 1 ആണ് ഔട്ടർ ലിമിറ്റ്. അപ്പൊ ഡി എക്സ് ആണ്. ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ആണ്. ഡി എ എന്ന് പറയുന്നത് ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ആണ് അല്ലേ? ഇവിടെ എന്താണ് വരുന്നത്? എക്സിന്റെ ലിമിറ്റ് 0 to 1 ആണ്. നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ എക്സ് ആണ്. അപ്പൊ എന്ത് വരണം? ഔട്ടർ ലിമിറ്റ് ആയിരിക്കും. ഔട്ടർ ആയിരിക്കണം ഡി എക്സ്. ഔട്ടർ ആയിരിക്കണം ഡി എക്സ്. ഇന്നർ ഡി വൈ. ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. അതായത് ഔട്ടർ ലിമിറ്റ് 0 to 1 ആണ്. ഇനി എന്താണ്? ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആണ് 0 to x. y 0 to x. അതകത്തല്ലേ? അത് y ഇടത്. കറക്റ്റ് ആണ്. കണ്ടോ?
അപ്പൊ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡി വൈയും പിന്നെയാണ് ഡി എക്സ് വേണ്ടത്. നേരെ തിരിച്ച് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഡി എക്സും പിന്നെയാണ് ഡി വൈ. നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചിട്ട് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇതിപ്പം വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ച് നോക്കാം. ഇപ്പൊ എന്താണ്, നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചപ്പോഴത്തേക്ക് എക്സ് വേരീസ് ഫ്രം 0 to 1 വരെ. വൈ എങ്ങനെയാണ്, ഈ സ്ട്രിപ്പിന്റെ മുകളിലും താഴെയാണ്. താഴെ y = 0, മുകളിൽ y = x. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇന്റഗ്രേഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഇന്റഗ്രൽ 0 to 1 എന്താണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് y ആണ് ചെയ്യാൻ പോണത്. അപ്പൊ sin x by x കോൺസ്റ്റന്റ് ആണ്. sin x by x ഇൻറ്റു എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ, y അല്ലേ, y-യുടെ ലിമിറ്റ് 0 to x ആണ്, dx ഉണ്ട് അല്ലേ. ഇനി ആ ലിമിറ്റ് കൊടുക്കാം, എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 sin x by x, ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, x dx, എക്സും എക്സും വെട്ടിപ്പോവും. ഇനി എക്സ് മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, മൈനസ് കോസ് എക്സ് ലിമിറ്റ് എന്താണ് 0 to 1. അപ്പൊ എന്ത് വരും, മൈനസ് കോസ് 1 മൈനസ് കോസ് 0, അതായത് മൈനസ് ഓഫ് കോസ് 1 മൈനസ് എന്താണ് കോസ് 0, കോസ് 0 1 ആണ്. അപ്പൊ ഈ മൈനസ് അകത്ത് കേട്ടുമ്പോ എന്താവും, 1 മൈനസ് കോസ് 1 എന്നാവും. ഇതാണ് ആൻസർ. ഓക്കെ, next question is evaluate double integral over r by dA where r is the region in the first quadrant enclosed between the circle and the line. നമുക്ക് ഈ ഫിഗർ വരച്ചു നോക്കാം. എന്താണ് x² + y² = 25 എന്ന് പറഞ്ഞാൽ, ഇതൊരു സർക്കിളാണ്. 0 0 സെന്ററും 5 റേഡിയസും ഉള്ള ഒരു സർക്കിളാണ് x² + y² = 25 എന്നുള്ളത്. ഇപ്പൊ ഫിഗർ വരയ്ക്കാം. ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു. എന്താണ് സർക്കിളിന്റെ പേര്, x² + y² = 25 എന്നാണ്. അപ്പൊ റേഡിയസ് 5 ആണ്. അപ്പൊ ഇത് ഒറിജിൻ ആണ് 0 0. ഇതെന്താണ്, 5 യൂണിറ്റ് നീങ്ങി വന്നു, അപ്പോൾ 5 0. ഇവിടെ എന്താണ്, -5 0. ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് -5 0. 5 0 -5 0. അടുത്തെന്താണ്, x + y = 5 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. x + y = 5 എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ് എക്സിന്റെയും വൈയുടെയും കോർഡിനേറ്റ്സ്, എക്സിന് 0 കൊടുത്താൽ വൈക്ക് 5 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സിന് 5 കിട്ടും. എന്നാലല്ലേ x + y = 5 കിട്ടുള്ളൂ. അപ്പൊ 0 5ഉം 5 0ഉം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് 2 പോയിന്റ് മതി. അപ്പൊ 0 5ഉം 5 0യിലും കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് x + y = 5. 5 യൂണിറ്റ് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ പാസ് ചെയ്യുന്ന, കണ്ടോ, അതിന്റെ പേരെന്താണ്, x + y = 5 എന്നാണ്. x + y = 5. ഇത് രണ്ടും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ ആണ്. എവിടെയുള്ള റീജിയൻ ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന റീജിയൻ. അതായത് ഈ സ്ട്രെയിറ്റ് ലൈനും ഈ സർക്കിളും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത്രയും പോർഷനേ വരുന്നുള്ളൂ അല്ലേ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിലോ നമുക്ക് കൺഫ്യൂഷൻ വരുമായിരുന്നു. കാരണം ഈ താഴോട്ട് വരുന്ന വലിയ റീജിയൻ ഉണ്ടല്ലോ, അതാണോ ഈ ചെറിയ റീജിയൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിട്ട് എന്താണ്, ഈ കുഞ്ഞു പോർഷനാണ് ആവശ്യം. മറ്റെന്താണ്, ആ മെജോറിറ്റി വരുന്ന പോർഷൻ അല്ല, ആ കുഞ്ഞു പോർഷനാണ്. കണ്ടോ. അപ്പൊ ഇവിടെയും നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്ക് ലിമിറ്റ് ഇല്ല. എന്താണ് വേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ ഓവർ r by dA. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിനും വൈക്കും ലിമിറ്റ് വേണം. ഇത് എന്തോന്ന് റീജിയൻ ആണ്, റെക്ടാങ്കുലർ റീജിയൻ അല്ല, നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണ് അല്ലേ. അപ്പൊ എന്താണ്, നമുക്കൊരു സ്ട്രിപ്പ് വരയ്ക്കണം. സ്ട്രിപ്പ് എങ്ങനെയായിരിക്കണം, ഒന്നുകിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത് വെർട്ടിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഹൊറിസോണ്ടൽ വെച്ച് നോക്കാം. അപ്പൊ ഇഷ്ടമുള്ള ഒരു സ്ട്രിപ്പ് എടുക്കാം, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഏത് വേണമെങ്കിലും എടുക്കാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മൾ വെർട്ടിക്കൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പറ്റാതെ വരും. അങ്ങനെയാണെങ്കിൽ മാത്രം തിരിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഏതായാലും കുഴപ്പമില്ല, വെർട്ടിക്കലും വരയ്ക്കാം ഹൊറിസോണ്ടലും വരയ്ക്കാം. ഇവിടെ ഞാൻ ഹൊറിസോണ്ടലാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചു. അപ്പൊ എന്താണ്, ഈ ഇവിടെ തൊട്ട് ഇങ്ങ് അറ്റം വരെയുള്ള പല ഹൊറിസോണ്ടൽ സ്ട്രിപ്പിന്റെ സമ്മേഷൻ അല്ലേ, സമ്മേഷനാണ് ഇന്റഗ്രേഷൻ. ഇവിടെ തൊട്ട് ഇങ്ങ് അറ്റം വരെയുള്ള പല ചെറിയ 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 ഹൊറിസോണ്ടൽ സ്ട്രിപ്പിന്റെ സമ്മേഷനാണ് നമ്മുടെ ഈ റീജിയനായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഫുള്ളായിട്ട് വേരി ചെയ്യണത് ഏതാണ്, ഫുള്ളായിട്ട് വേരി ചെയ്യണത്
y ആണ്. കണ്ടോ, ഈ സ്ട്രിപ്പ് ഇങ്ങനെ കണ്ടോ, യാതൊട്ട് യാതൊരു പോവും 0 to 5 വരെ പോവും അല്ലേ. y varies from 0 to 5, ശരിയല്ലേ? y ആണ് ഫുള്ളായിട്ട് പോണത്. y varies from 0 to 5. yയുടെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. y varies from 0 to 5. കണ്ടോ, ഫുള്ളായിട്ട് മൂവ് ചെയ്യണത് y ആണ്. y ആക്സിൽ ആ സ്ട്രിപ്പ് എങ്ങനെ വരും? ഫുള്ളായിട്ട് 0 മുതൽ 5 വരെ മൂവ് ചെയ്യും. അപ്പം y varies from 0 to 5. അപ്പൊ എന്താണ് ഔട്ടർ ലിമിറ്റ്? എന്തായിരിക്കണം? ആ 0 to 5 ആയിരിക്കണം ഔട്ടർ ലിമിറ്റ്. കണ്ടോ, 0 to 5 ആയിരിക്കണം ഔട്ടർ ലിമിറ്റ്. എന്താണ് ഡി എ എന്ന് പറഞ്ഞാൽ? ഡി എച്ച് ഡി വൈ അല്ലേ. ഡി എ എന്ന് പറയുന്നത് ഡി എച്ച് ഡി വൈ ആണ്, അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ്. ഇവിടെ എന്താണ് ഔട്ടർ ലിമിറ്റ് വൈ ആണ്. അപ്പൊ 0 to 5. എന്നാ പിന്നെ ഡി വൈ അല്ലേ വെളിയിൽ വരണം. ഡി വൈ ആണ് വെളിയിൽ വരേണ്ടത്. അപ്പൊ അകത്ത് വരേണ്ടത് ഡി എക്സ്. കണ്ടോ, ഡി എക്സ് ഡി വൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഡി എക്സ് ആണ്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണെങ്കിൽ ആദ്യം ഡി വൈ. അപ്പൊ ഇവിടെ എന്താണ് y ആണ് ഫുള്ളായിട്ട് പോകുന്നത് 0 to 5. അത് ഔട്ടർ ലിമിറ്റ് ആണ്. അതുകൊണ്ട് ഡി വൈ ആണ് വെളിയിൽ, ഡി എക്സ് അകത്ത്. ഇനി എക്സ് എങ്ങനെയാണ്? എക്സ് വേരീസ് ഫ്രം ഈ സ്ട്രിപ്പിന്റെ ഈ രണ്ടറ്റവും അല്ലേ അല്ലേ, ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും അല്ലേ. എക്സ് ഈക്വൽ ടു എന്തൊക്കെയാണ്? ഈ ഭാഗം എന്താണ്? ഈ സ്ട്രൈറ്റ് ലൈന്റെ ഭാഗമാണ് എക്സ് അല്ലേ. അവിടുന്ന് എക്സ് എന്താണ്? 5 മൈനസ് വൈ അല്ലേ അല്ലേ. ഈ സ്ട്രൈറ്റ് ലൈന്റെ ഭാഗമാണ്. ഇവിടുത്തെ എക്സ് എന്താണ്? 5 മൈനസ് വൈ ആണ്. എക്സ് ഈക്വൽ ടു 5 മൈനസ് വൈ, ശരിയല്ലേ. അപ്പൊ 5 മൈനസ് വൈ 2. എക്സ് വേരീസ് ഫ്രം 5 മൈനസ് വൈ 2 ഏതുവരെയാണ്? ഇപ്പുറത്തെ വൈ എന്താണ്? ഇവിടുത്തെ വൈ എന്താണ്? നമ്മുടെ ലൈൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 25 ആണ്. ഇവിടുത്തെ വൈ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വൈ കണ്ടുപിടിക്കും എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 25 ആണ്. അപ്പം വൈ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പം വൈ എന്താണ്? റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പം y എന്താണ് അവിടെ? റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. അതായത് നമുക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് കിട്ടും, മറ്റേത് വേരിയബിൾ ആയിട്ട് കിട്ടും. ഫുള്ളായിട്ട് കിട്ടിയത് y കിട്ടിക്കഴിഞ്ഞു 0 to 5 വന്നു. അപ്പോൾ ഇനി അടുത്തത് വേരിയബിൾ ആണ്. വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു 5 മൈനസ് വൈ. സർക്കിളിൽ നിന്ന് y കണ്ടുപിടിച്ചു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ആ ലിമിറ്റ് കിട്ടിയില്ലേ. അപ്പൊ എന്ത് വരും? ഇന്നർ ലിമിറ്റ് ആണ് 5 മൈനസ് വൈ ടു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. എന്താണ് നമ്മൾ എക്സ് ആണ് കണ്ടുപിടിച്ചത്, വൈ അല്ലല്ലോ കണ്ടുപിടിച്ചത്. എക്സ് വേരീസ്. അപ്പൊ എന്താണ് തിരിഞ്ഞു പോയി? വൈ സ്ക്വയർ ഈക്വൽ ടു അല്ല, എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് ഈക്വൽ ടു ഇതെങ്ങനെയാണ്? എക്സ് ഇവിടെ വൈ ആണ് വരുന്നത്, വൈ സ്ക്വയർ ഇങ്ങനെയാണ്. ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഇന്റഗ്രൽ 0 to 5. y കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എക്സിനല്ലേ ചെയ്യണത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ്? എക്സ് ആണ്. ലിമിറ്റ് 5 മൈനസ് വൈ ടു റൂട്ട് 25 മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ഇനി ലിമിറ്റ് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 5 y അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് 25 മൈനസ് വൈ സ്ക്വയർ മൈനസ് 5 മൈനസ് വൈ ഡി വൈ. ഇങ്ങനെ കിട്ടി. ഇതിനൊന്ന് ബ്രാക്കറ്റ് മാറ്റി എഴുതാം. ഇന്റഗ്രൽ 0 to 5 y റൂട്ട് 25 മൈനസ് വൈ സ്ക്വയർ ഡി വൈ. അതൊരു ഇന്റഗ്രേഷൻ. മൈനസ് വീണ്ടും ഇന്റഗ്രൽ 0 to 5 y ഇൻറ്റു 5 മൈനസ് വൈ, y ഇൻറ്റു 5 മൈനസ് വൈ ഡി വൈ. രണ്ട് ഇന്റഗ്രേഷൻ ആണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്. കണ്ടോ, ഇടയ്ക്കൊരു മൈനസ് ഉണ്ടല്ലോ. അപ്പൊ y ഇൻറ്റു ഇവിടെയും വന്നു, y ഇവിടെയും y വന്നു. നമ്മൾ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഇന്റഗ്രൽ 0 to 5 ഈ പോർഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ വരെ പറ്റുള്ളൂ. ഈ 25 മൈനസ് വൈ സ്ക്വയർ നമുക്ക് ടി എന്ന് പുട്ട് ചെയ്യാം. 25 മൈനസ് വൈ സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25 മൈനസ് വൈ സ്ക്വയറിന് ടി എന്ന് കൊടുക്കാം. ഡെറിവേറ്റീവ് എടുത്താലോ? മൈനസ് 2y dy ഈക്വൽ ടു dt എന്ന് കിട്ടും. മൈനസ് 2y dy ഈക്വൽ ടു dt എന്ന് കിട്ടും അല്ലേ. അപ്പം y dy എന്താണ്? മൈനസ് dt ബൈ 2 എന്ന് വരും. അപ്പൊ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് 25 മൈനസ് വൈ സ്ക്വയറിന് പകരം റൂട്ട് ടി.
അല്ലേ? 25 മൈനസ് വൈ സ്ക്വയർ ടി അല്ലേ? അപ്പൊ റൂട്ട് ടി ബൈ ഡി വൈക്ക് പകരം മൈനസ് ഡി ടി ബൈ 2 മൈനസ് ഡി ടി ബൈ 2 മൈനസ് അപ്പുറത്ത് എന്താണ് ഇന്റഗ്രൽ 0 to 5 ഈ വൈനകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് 5y മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് അല്ല ഡി വൈ ആണ്. അവിടെ നേരി വന്നപ്പോൾ മാറിപ്പോയതാണ് ഡി വൈ ഇങ്ങനെ കിട്ടി. ഇനി എന്താണ് മൈനസ് 1/2 വെളിയിലാക്കാം. എന്താണ് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടി? റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു ഹാഫ് ആണ്. അതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? ടി റൈസ് ടു 3/2/3/2 എന്നാണ്. ടി റൈസ് ടു 3/2/3/2 റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു ഹാഫ് ആണ്. അതിന്റെ ഇന്റഗ്രൽ വരുമ്പോൾ ടി റൈസ് ടു ഹാഫ് പ്ലസ് 1/half പ്ലസ് 1, അതായത് ടി റൈസ് ടു 3/2/3/2 എന്ന് വരും. കണ്ടോ? അപ്പൊ ഇങ്ങനെയായി. മൈനസ് അപ്പുറത്ത് എന്ത് വരും? 5y ഇന്റഗ്രൽ 5y² 2 മൈനസ് വൈ സ്ക്വയറിന് y³ 3 ലിമിറ്റ് 0 to 5 ആണ്. ഇവിടെ എന്ത് ചെയ്യാം? ഈ 2 ഈ 2 കൂടെ വെട്ടിപ്പോകും. മൈനസ് 1/3 എന്താണ് ഈ ടി എന്ന് പറയുന്നത്? ടി എന്ന് പറയുന്നത് 25 മൈനസ് വൈ സ്ക്വയർ അല്ലേ? ടി എന്ന് പറയുന്നത് 25 മൈനസ് വൈ സ്ക്വയർ ആണ്. റൈസ് ടു 3/2 തിരിച്ച് വൈയിലോട്ട് മാറിക്കഴിഞ്ഞു. വൈയിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വൈയുടെ ലിമിറ്റ് കൊടുക്കണം 0 to 5. വൈയിലോട്ട് മാറിക്കഴിഞ്ഞില്ലേ? വൈയിലോട്ട് മാറിക്കഴിഞ്ഞാൽ 0 to 5 എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. മൈനസ് നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കാം. എന്താണ്? 5/2 ഇൻറ്റു 5ന്റെ സ്ക്വയർ 25 മൈനസ് 5ന്റെ ക്യൂബ് എന്താണ്? 125 ആണോ? 5 ഇൻറ്റു 125 ബൈ 3 ഇത് കിട്ടി. ഇനി ഇവിടെ എന്ത് വരും? നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? 5ന്റെ സ്ക്വയർ 25 മൈനസ് 25 0 എന്ന് വരും. അപ്പൊ മൈനസ് 1/3 ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ 25 മൈനസ് 0 അപ്പൊ 25 റൈസ് ടു 3/2 എന്താണ്? 25ന്റെ റൂട്ടിന്റെ ക്യൂബ്. 25ന്റെ റൂട്ടാണ് 5. 5ന്റെ ക്യൂബ് 125 മൈനസ് ഇപ്പുറത്ത് എന്താണ്? 125/2 മൈനസ് 125/3 എത്ര കിട്ടുമോ നോക്കട്ടെ. ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് 125/3 മൈനസ് 125/2 പ്ലസ് 125/3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ടൈംസ് ആണ്. ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കിട്ടുന്നത്? 125/6 എന്നാണ് കിട്ടുന്നത്. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് R is the region bounded by the parabolas y equal to x square and y square equal to x in the first quadrant ആണെന്ന് പറയുന്നുണ്ട്. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ x പ്ലസ് y dA. ഒരു KTU ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും എന്താണ് പ്രശ്നം? നമുക്ക് ലിമിറ്റ് വേണം. ലിമിറ്റ് വേണമെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കണം. ഫിഗർ എങ്ങനെ വരയ്ക്കും? ഇതാ x ആക്സിസ് y ആക്സിസ്, x ആക്സിസ് y ആക്സിസ്. എന്താണ് ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പരാബോളയാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈയിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു പരാബോളയാണ്. y ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പരാബോളയാണ്. കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന പരാബോളയാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഉണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് പരാബോളയാണ്. y ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. x ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? x ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ? x ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്. x ആക്സിലോട്ട് പോസിറ്റീവ് x ആക്സിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്. കണ്ടോ? ഇതിന്റെ പേരാണ് x ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് y ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്. x ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ x ആക്സിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്. രണ്ടും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ ഈ പോർഷൻ ആണ് വരുന്നത്. അപ്പൊ എന്ത് വേണം? ഇനി നമുക്ക് ലിമിറ്റ് വേണം. ലിമിറ്റ് വേണമെങ്കിൽ ഒരു സ്ട്രിപ്പ് വേണം.
ഇത് നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണ്. അപ്പോഴത്തേക്ക് ഒരു ലിമിറ്റ് കോൺസ്റ്റന്റും ഒരു ലിമിറ്റ് വേരിയബിളും ആണ് വരേണ്ടത്. അപ്പൊ നമുക്കൊരു സ്ട്രിപ്പ് വേണം. വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഏത് വേണമെങ്കിലും വരയ്ക്കാം. നമുക്കിവിടെ വെർട്ടിക്കൽ വരയ്ക്കാം. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. കണ്ടോ? ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ഒറിജിൻ ആണ് 0 0. ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ഈ രണ്ട് കർവും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു കർവ്സ്. അപ്പൊ അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. ബൈ സോൾവിംഗ് x = y² ആൻഡ് y = x², we get the point of intersection. എങ്ങനെ സോൾവ് ചെയ്യും? x = y² ആണ്, y = x² ആണ്. രണ്ടും കൂടെ എങ്ങനെ സോൾവ് ചെയ്യും? x = y² ആണ്, y എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പൊ x⁴ അല്ലേ? അല്ലേ? x = y² ആണ്, y എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പൊ x²⁴, x⁴, x x⁴ ആണ്. ഒരു x വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? x³ = 1 എന്ന് കിട്ടും. x³ 1 പറഞ്ഞെങ്കിൽ x എന്താണ്? 1 മാത്രമേ വരുള്ളൂ. x³ 1 ആണെങ്കിൽ x 1 ആണ്. ഇനി എന്താണ്? x 1 ആണെങ്കിൽ y = x² അല്ലേ? y 1 അല്ലേ? 1 സ്ക്വയർ ആണ്, y 1 ആണ്. അപ്പൊ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്താണ്? 1 1 ആണ്. അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് ദീസ് ടു കർവ്സ് x = y² ആൻഡ് y = x². we get 1 1. ഇനി എന്താണ്? നമ്മുടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ്. വെർട്ടിക്കൽ സ്ട്രിപ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വെർട്ടിക്കൽ സ്ട്രിപ്പ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ? അല്ലേ? ഏതോട്ട് ഏതൊരു മൂവ് ചെയ്യും? 0 മുതൽ 1 വരെ ഇങ്ങനെ മൂവ് ചെയ്യും. x varies from 0 to 1. ശരിയല്ലേ? x varies from 0 to 1. x ആണ് ഫുൾ ആയിട്ട് മൂവ് ചെയ്യണത്. x varies from 0 to 1. y ആണെങ്കിലോ? y വരേണ്ടത് വേരിയബിൾ ആണ്. y എങ്ങനെ വരും? ആ സ്ട്രിപ്പിന്റെ രണ്ട് സൈഡുമാണ്. ഈ സ്ട്രിപ്പിന്റെ താഴെ എന്താണ്? ഇത് y = x² അല്ലേ? അവിടുന്ന് y എന്താണ്? y x² ആണ്. ഇവിടുന്ന് y = x² ആണ് അല്ലേ? താഴെ y = x² ആണ്. x²2. മുകളിലത്തെ y എന്താണ്? മുകളിലത്തെ y √x അല്ലേ? y = √x. മുകളിലത്തെ y √x അല്ലേ? ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും ഈ താഴത്തെ അറ്റം ഈ താഴത്തെ കർവാണ്. y = x², അവിടുത്തെ y x² ആണ്. മറ്റെന്താണ്? x = y² അല്ലേ? y എന്ന് പറഞ്ഞാൽ √x ആണ്. അപ്പൊ എന്ത് വരും? x² √x ആണ്. നമുക്ക് രണ്ട് ലിമിറ്റും കിട്ടിക്കഴിഞ്ഞു. രണ്ട് ലിമിറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ എളുപ്പമല്ലേ? എന്താണ് വേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ x + y dA ആണ് ചെയ്യേണ്ടത്. x + y dA. എന്താണ് ഔട്ടർ ലിമിറ്റ്? ഔട്ടർ ലിമിറ്റ് ആയിരിക്കണം കോൺസ്റ്റന്റ് ലിമിറ്റ് 0 to 1 കേട്ടോ. 0 to 1 ഔട്ടർ ലിമിറ്റ്. ഇന്നർ ലിമിറ്റ് വേരിയബിൾ ലിമിറ്റ് ആയിരിക്കണം x² √x. ഇനി എന്താണ്? dA എന്ന് പറഞ്ഞാൽ എന്താണ്? dx dy അല്ലെങ്കിൽ dy dx. ഔട്ടർ ലിമിറ്റ് x-ന്റെ ആണ്. അപ്പൊ ഏറ്റവും വലിയൊരു dx. ഇന്നർ ലിമിറ്റ് y-യുടേതാണ്. അപ്പൊ dy അകത്ത്. അല്ലെങ്കിലും വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ എന്താണ്? dy ആണ് ആദ്യം വരേണ്ടത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ dy ആണ് ആദ്യം വരേണ്ടത്. ഇനി ഇന്റഗ്രേഷൻ ചെയ്താൽ പോലെ കണ്ടോ? ഇത് ചെയ്താൽ മതി. ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഇന്റഗ്രൽ 0 to 1. എന്താണ്? x + y വിത്ത് റെസ്പെക്ട് ടു dy ഇന്റഗ്രേഷൻ. x വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? xy. yക്ക് എന്താണ്? y²/2. ലിമിറ്റ് x² to √x ആണ്. dx അല്ലേ? നമുക്ക് ആ y ലിമിറ്റ് കൊടുക്കാം. y അല്ലേ? ലിമിറ്റ് yക്കാണ് ചെയ്യുന്നത്. അപ്പൊ yക്ക് തന്നെ കൊടുക്കണം. മാറിപ്പോയത്. ഇന്റഗ്രൽ 0 to 1 x yക്ക് എന്താണ്? √x പ്ലസ് √x-ന്റെ സ്ക്വയർ x/2 ആണ്. അപ്പർ ലിമിറ്റ് ആയി കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ yക്കാണ് x². അപ്പൊ x³ പ്ലസ് x²ന്റെ സ്ക്വയർ x⁴/2 ആണ്. പിന്നെ dx ആണ്. ഇതല്ലേ? അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 x √x എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻1 ഉം x⁻²ഉം x⁻3/2 അല്ലേ? x⁻1 ഉം x⁻²ഉം 1 അരയും കൂടെ 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3/2. x √x പറഞ്ഞാൽ x⁻3/2 ആണ്. x⁻3/2 പ്ലസ് x/2 മൈനസ് x³ മൈനസ് x⁻4/2 dx. ഇത്രയുടെ ഇന്റഗ്രേഷൻ ചെയ്യണം. എന്താണ് x⁻3/2ന്? മുകളിലോട്ട് എഴുതാം. എന്താണ് x⁻3/2ന്? x⁻5/2/5/2 ആണ്. x⁻n-ന് x⁻n+1/n+1 എഴുതും പോലെ x⁻3/2ന് x⁻3/2 + 1/3/2 + 1 x⁻5/2/5/2
പ്ലസ് എക്സ് ബൈ ടുവിന് എന്താണ് എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 വരും. ഒരു 2 അവിടെ ഉണ്ട്, അതുകൊണ്ട് 4 ആവും. മൈനസ് എക്സ് ക്യൂബിൽ എന്താണ് എക്സ് റൈസ് ടു 4 ബൈ 4 ആണ്. മൈനസ് എക്സ് റൈസ് ടു 4 എന്താണ് എക്സ് റൈസ് ടു 5 ബൈ 5 ആണ്. അവിടെ ഒരു 2 കൂടെ ഉണ്ട്, അപ്പോൾ 10 ആയി. 0 to 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? ഇതിനാണ് തിരിച്ചെഴുതാൻ 2 by 5. ലിമിറ്റ് 1 അല്ലേ, 0 to 1 ആണ്. അപ്പൊ ഇത് വരും 2 by 5 തന്നെയാണ്. അടുത്തത് വരും 1 by 4 മൈനസ് 1 by 4 മൈനസ് 1 by 10. 1 by 4 മൈനസ് 1 by 4 വെട്ടിപ്പോയി. ഇനി ഇത് രണ്ടും കൂടെ എന്താണ്? ഈ 2 by 5 എന്ന് പറഞ്ഞാൽ 4 by 10 അല്ലേ, മൈനസ് 1 by 10 അല്ലേ. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയതാണ്. ഒരു 2 കൊണ്ട് മുകളിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 4 by 10 ആവും. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ മൈനസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതിയാൽ മതിയല്ലോ. ബൈ 10 3 by 10 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? Next question is evaluate double integral over R x minus 1 dA where R is the region in the first quadrant enclosed between y equal to x and y equal to x square. ഇവിടെ നമുക്ക് എങ്ങനെയാണ്? ലിമിറ്റ് ഇല്ല. ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് റീജിയൻ വരയ്ക്കണം. റീജിയൻ വരയ്ക്കാതെ തന്നെ ഇവിടുന്ന് ലിമിറ്റ് എടുക്കാം. എങ്ങനെയാണ് ലിമിറ്റ് എടുക്കേണ്ടത്? ഇതൊരു നോൺ റെക്ടാങ്കുലർ റീജിയൻ ആണല്ലോ. അതായത് ഒരെണ്ണം ഫിക്സഡും കിട്ടണം, മറ്റത് വേരിയബിളും കിട്ടണം. അപ്പൊ വേരിയബിൾ എന്താണ്? y ഈക്വൽ ടു എക്സ് ടു y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുണ്ട്. അപ്പം y ലിമിറ്റിനെ വേരിയബിൾ ആയിട്ട് എടുക്കാം. y ഈക്വൽ ടു എക്സ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം y വേരീസ് ഫ്രം എക്സ് ടു എക്സ് സ്ക്വയർ. y വേരീസ് ഫ്രം എക്സ് ടു എക്സ് സ്ക്വയർ. എടുത്തുകൂടി. അപ്പം y വേരിയബിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഇനി എക്സും കൂടെ ഫിക്സഡ് ആയിട്ട് കിട്ടിയാൽ മതി. എക്സ് എങ്ങനെ ഫിക്സഡ് ആയിട്ട് കിട്ടും? y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും സാറ്റിസ്ഫൈഡ് ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും വരണമെങ്കിൽ 0 0 ഒരു പോയിന്റ് ആണ് അല്ലേ. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും വരണമെങ്കിൽ 0 0 ഒരു പോയിന്റ് ആണ്. പിന്നെ ഒരു പോയിന്റ് ഏത് വരും? ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 0 0 ഒരു പോയിന്റ് ആണ്. പിന്നെ എന്താണ്? രണ്ടും കൂടെ സോൾവ് ചെയ്യാം. ഓൺ സോൾവിംഗ് y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ വി ഗെറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓൺ സോൾവിംഗ് y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു എക്സ് സ്ക്വയറും കൂടെ സോൾവ് ചെയ്യുമ്പോൾ അടുത്ത പോയിന്റ് കിട്ടും. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, y ഈക്വൽ ടു എക്സ് ആണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് പറയാം? x ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? 1 ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പൊ എക്സ് 1 ആണെങ്കിൽ വൈയും 1 അല്ലേ. അപ്പൊ മറ്റേ പോയിന്റ് എന്താണ്? 1 1 ആണ്. അപ്പൊ രണ്ട് പോയിന്റ് ഏതൊക്കെയാണ്? 0 0യും 1 1ഉം ആണ്. അപ്പം y നമുക്ക് y എക്സ് ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്താണ്? ഇവിടെ നടക്കാം 0 to 1. ഒരെണ്ണം ഫിക്സഡും മറ്റേ വേരിയബിൾ കിട്ടിയാൽ മതി. എക്സ് എന്താണ്? എക്സ് വേരീസ് ഫ്രം 0 to 1 ആയില്ലേ. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഫിഗർ വരച്ചും ചെയ്യാം. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. സ്ട്രിപ്പ് വരച്ച് ലിമിറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയും ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളതുകൊണ്ട് വൈയുടെ ലിമിറ്റ് എക്സ് ടു എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ എക്സിന് ഒരു ഫിക്സഡ് ലിമിറ്റോടെ കിട്ടിയാൽ മതി. അതെന്ത് ചെയ്താൽ രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. 0 0യും 1 1ഉം. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എങ്ങനെ വരും? ഡബിൾ ഇന്റഗ്രൽ x മൈനസ് 1 dA എന്നാണ്. y എക്സ് ആണ് കോൺസ്റ്റന്റ് ലിമിറ്റ് 0 to 1. എക്സ് ആണ് ഔട്ടർ ലിമിറ്റ് 0 to 1. അപ്പൊ പിന്നെ dx അല്ലേ വെളിയില്. dx ആണ് വെളിയില്, dy ആണ് അകത്ത്. കണ്ടോ? y എന്താണ്? എക്സ് ടു എക്സ് സ്ക്വയർ. ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആയിരിക്കണം, ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ 0 to 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ലിമിറ്റ് എക്സിന്റെതാണ്. അത് വെളിയിൽ. അപ്പം dx ഏറ്റവും വെളിയിൽ. ഇന്നർ ലിമിറ്റ് എന്താണ്? എക്സ് ടു എക്സ് സ്ക്വയർ. അപ്പം dy അകത്ത്. ഇന്റഗ്രേഷൻ ചെയ്യാം. നമ്മൾ വൈക്കാണ് ചെയ്യണത്. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് മൈനസ് 1 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇന്റഗ്രൽ dy എന്താണ്? വെറും y ആണ്. എക്സ് ടു എക്സ് സ്ക്വയർ ആണ് dx. ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 to 1 എക്സ് മൈനസ് 1 ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് dx ആണ്. ഈ ബ്രാക്കറ്റ് മാറ്റാം. ഇന്റഗ്രൽ 0 to 1 ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ്. ഇതല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിന് എന്താണ്? എക്സ് റൈസ് ടു 4 by 4 മൈനസ് എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 3
പ്ലസ് എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 1. എന്ത് വരും? ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 മൈനസ് 1/3 മൈനസ് 1/3 പ്ലസ് 1/2 എന്ന് വരും. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1/4 മൈനസ് ഇത് രണ്ടും കൂടെ എന്താണ്? 2/3 ആണ്. മൈനസ് 2/3 പ്ലസ് 1/2 ആണ്. ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1/12 വന്ന് കിട്ടും. നമുക്കിതിന്റെ LCM എടുത്ത് ചെയ്യാം. LCM 12 ആണ് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം. LCM 12 ആണ്. അപ്പൊ എന്താണ്? ഡിനോമിനേറ്റർ 12 ആയിട്ട് എഴുതിയിട്ട് 1/4 into 12 എന്ത് വരും? 3 വരും. മൈനസ് 2/3 into 12 എന്താണ്? ഒരു 4 വരും. മൈനസ് 8 വരും. പ്ലസ് 1/2 into 12 എന്താണ്? ഒരു 6 വരും. അപ്പൊ എന്താണ്? മൈനസ് 5 പ്ലസ് 6/12 1/12 തന്നെയാണ്. നമുക്ക് 1/12 ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, next question is evaluate the double integral where R is the region enclosed by the circle x square plus y square equal to 1. ഇവിടെ നമുക്ക് റീജിയൻ വരച്ച് നോക്കണം. എന്താണ് x square plus y square equal to 1 എന്ന് പറഞ്ഞാൽ 0 റേഡിയസ് ഉള്ള 0 സെന്റർ ഉള്ള 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. It is a circle with center 0 and radius 1. സർക്കിൾ വരയ്ക്കാം. x square plus y square equal to 1. എന്ത് പറയുന്നുണ്ട്? സർക്കിൾ ആണെന്നേ ഉള്ളൂ. അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഫുൾ സർക്കിൾ ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞിട്ടില്ല. ലോവർ ഹാഫ് ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞൊന്നുമില്ല. ഫുൾ സർക്കിളും ഉണ്ട്. എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ x square plus y square equal to 1. ഫുൾ സർക്കിളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? ലിമിറ്റ് വേണം. ലിമിറ്റ് വേണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാം. ഇഷ്ടമുള്ള സ്ട്രിപ്പ് വരയ്ക്കാം. ഇവിടെ ഇഷ്ടമുള്ള സ്ട്രിപ്പ് വരയ്ക്കാം. നമുക്കൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാം. കണ്ടോ? ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. ഇവിടുന്ന് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന ഏതാണ്? ഈ പോയിന്റ് ഫാൻ എന്നതി എന്താണ്? ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. ഈ സ്ട്രിപ്പ് എങ്ങനെ മൂവ് ചെയ്യും? ഇത് ഒറിജിൻ 0 റേഡിയസ് 1 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? 10. ഈ പോയിന്റ് എന്ത് വരും? -10 അല്ലേ? അപ്പൊ ഈ സ്ട്രിപ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എക്സ് വേരീസ് ഫ്രം -1 to 1. എക്സ് ആണ് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നത്. എക്സ് വേരീസ് ഫ്രം -1 to 1. ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന എക്സ് ആണ്. എക്സ് വേരീസ് ഫ്രം -1 to 1. വൈ ആണെങ്കിലോ ഈ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും അല്ലേ? ഇവിടത്തെ വൈയും ഇവിടത്തെ വൈയും. ഇവിടത്തെ വൈ എന്താണ്? ഇവിടുന്ന് വൈ കണ്ടുപിടിക്കാം. x square plus y square equal to 1 എന്നാണ്. അപ്പൊ y square equal to 1 minus x square എന്ന് വരും. y എന്താണ്? √1 minus x square. അതിന്റെ പ്ലസ് ഓർ മൈനസ് വരാമല്ലോ. പ്ലസും വരാം മൈനസും വരാം. അപ്പൊ ഇവിടെ മൈനസ് റൂട്ടും ഇവിടെ പ്ലസ് റൂട്ടും അല്ലേ? പ്ലസ് ഓർ മൈനസ് വരാം. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് റൂട്ടും ഇവിടെ പ്ലസ് റൂട്ടും ആണ്. -√1 minus x square to √1 minus x square. ലിമിറ്റ് കിട്ടി കഴിഞ്ഞു. ലിമിറ്റ് കിട്ടി കഴിഞ്ഞാൽ ചെയ്യാനുള്ള പോലെ എന്താണ് വേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ 3x minus 2y dA. dA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് വരച്ചത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണെങ്കിൽ ആദ്യം dy ആണ് വേണ്ടത്. അപ്പം dy dx. ലിമിറ്റ് കൊടുത്ത് നോക്കാം. ലിമിറ്റ് എന്താണ്? x ആണ് കോൺസ്റ്റന്റ്. -1 to 1 അതാണ് ഔട്ടർ ലിമിറ്റ്. x -1 to 1. അപ്പം dx ആണ് പുറത്ത്. y എന്താണ്? -√1 minus x square to √1 minus x square. ഇനി ഇന്റഗ്രേഷൻ ചെയ്താൽ പോലെ നമുക്ക് ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഇന്റഗ്രൽ -1 to 1. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് വൈക്കാണ്. അപ്പൊ എന്ത് വരും? 3x കോൺസ്റ്റന്റ് ആണ്. 3x into y -2 into yക്ക് y square by 2. ലിമിറ്റ് എന്താണ്? -√1 minus x square to √1 minus x square പിന്നെ dx കൂടെ അല്ലേ? ഇന്റഗ്രൽ -1 to 1. നമ്മൾ ചെയ്തത് വൈക്കാണ്. അവൻ ലിമിറ്റ് കൊടുക്കേണ്ട വൈക്കാണ്. വൈക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 3x √1 minus x square. 2ഉം 2ഉം വെട്ടിപ്പോകും. -√1 minus x square സ്ക്വയർ 1 minus x square മൈനസ് ലോവർ ലിമിറ്റ് ആണ്. മൈനസ് ആണ്. പക്ഷെ ഇതും മൈനസ് ആണ്. അപ്പൊ പ്ലസ് ആകും. പ്ലസ് 3x √1 minus x square. അടുത്തെന്താണ്? സ്ക്വയർ ആണ് വരുന്നത്.
ലോവർ ലിമിറ്റ് ആണ്ട് പ്ലസ് വരും. പ്ലസ് സ്ക്വയർ വരുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ ഒരു ഡി എക്സും കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ 1 മൈനസ് എക്സ് സ്ക്വയറും ഇത് രണ്ടും വെട്ടിപ്പോകും. ബാക്കി രണ്ടും കൂടെ എന്ത് വരും? ഇന്റഗ്രൽ -1 to 1, രണ്ടും ഒരേ ടൈം അല്ലേ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 6x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതാണ് കിട്ടിയത്. ഇനി ഈ ഇന്റഗ്രേഷൻ എങ്ങനെ പൂർത്തിയാക്കും? നമുക്കിവിടെ എക്സും ഡി എക്സും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് ലിമിറ്റ്? -1 to 1 എന്നാണ്. -1 to 1, അതായത് -a to a, മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി രീതിയിൽ വരെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രന്റ് ഓടാണോ ഇവനാണോ നോക്കാം. എങ്ങനെയാണ് ഇന്റഗ്രന്റ് ഓടാണോ ഇവനാണോ നോക്കണത്? ഇവിടെ വരുന്ന എക്സിന് നമുക്ക് മൈനസ് എന്ന് കൊടുക്കാം. ആ മൈനസ് പുറത്ത് വരുമോ നോക്കാം. 6x മൈനസ് കൊടുത്താൽ -6 തന്നെ വരുന്നത്. -6x ആണ് വരുന്നത്, പുറത്ത് വരും. പക്ഷെ ഇതിനകത്ത് എക്സിന് മൈനസ് കൊടുത്താലും മൈനസ് പുറത്ത് വരില്ലല്ലോ. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിൽ മൈനസ് പുറത്ത് വരില്ല. പക്ഷെ 6x മൈനസ് പുറത്ത് വരും. അപ്പൊ എന്താണിത്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഓടാണോ ഇവനാണോ നോക്കിക്കഴിഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 0 ആണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ് വരണമെങ്കിൽ മാത്രം 0 to വരാൻ ചെയ്യാൻ പറ്റില്ല. മൈനസ് ലിമിറ്റ് പ്ലസ് ലിമിറ്റ്, അതായത് -a to പ്ലസ് a, -b to പ്ലസ് b, അല്ലെങ്കിൽ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, -1 to 1 ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ഇന്റഗ്രന്റ് ഓടാണോ ഇവനാണോ നോക്കാം. എങ്ങനെയാണ് ഓടാണോ ഇവനാണോ നോക്കുന്നത്? അവിടുത്തെ വേരിയബിൾ എക്സിന് നമ്മൾ -x എന്ന് കൊടുക്കും. അപ്പോൾ മൈനസ് പുറത്ത് വരുമോ എന്ന് നോക്കണം. ഇവിടെ മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൈനസ് മിച്ചം വരും. പക്ഷെ ഈ മൈനസ് വെളിയിൽ വരില്ല. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 0 ആണ്. നമുക്ക് ഇതിന്റെ ആൻസർ 0 കിട്ടി. ഓക്കെ, താങ്ക് യു.